സെം BA BSCയുടെ സിഗ്നേച്ചേഴ്സ് എക്സ്പ്രസിംഗ് ദി സെൽഫ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം, പറയുന്ന മെത്തേഡ് എന്തെങ്കിലും മാറ്റണം, അല്ലെങ്കിൽ പോയിന്റ്സ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയണം, നോട്ട്സ് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുത്തതുപോലെയല്ല, ഇതിൽ ഞാൻ കുറച്ചും കൂടി നോട്ട് ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ആ ഒരു ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ krishtalkzൻ്റെ പേജ് ഉണ്ട്, അവിടെ വന്നിട്ട് മെസ്സേജ് അയക്കാം. ഈ നോട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പിക്സ് ഇൻസ്റ്റയിൽ krishtalkzൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിഗ്നേച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ, ടോട്ടൽ 3 മൊഡ്യൂൾസാണുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ്സ് ആൻഡ് മെമ്മോയേഴ്സ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഈ ഓട്ടോബയോഗ്രഫി മെമ്മോയറും തമ്മിലുള്ള ഡിഫറൻസ്? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥയാണ്, അതായത് ഒരു വ്യക്തിയുടെ എൻറ്റയർ ലൈഫ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ മെമ്മോയർ എന്ന് പറയുന്നത് ഓർമ്മക്കുറിപ്പ്, ദാറ്റ് മീൻസ് ആ ഒരു വ്യക്തിയുടെ ഒരു പാർട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിനെ കുറിച്ചായിരിക്കും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഓട്ടോബയോഗ്രഫിയിൽ എൻറ്റയർ ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മോയറിൽ പാർട്ട് ഓഫ് ലൈഫ് മാത്രമേ ഫോക്കസ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പാബ്ലോ നെരൂദയുടെ ഒരു വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മെമ്മോയറിൽ നിന്ന് എടുത്തിട്ടുള്ള ദി വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ആദ്യം പാബ്ലോ നെരൂദയെ കുറിച്ചൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഹി വാസ് ബോൺ ഇൻ 1904 ഇൻ പാരൽ, ചിലി. ഹി വാസ് ചിലീസ് മോസ്റ്റ് ലൗഡ് പോയിറ്റ്. ചിലിയുടെ ലൗഡ് പോയിറ്റ് ആയിരുന്നു അദ്ദേഹം. നെരൂദ സ്ട്രോങ്ലി സപ്പോർട്ടഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നെരൂദ വോൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1971. നെരൂദ ഹേറ്റഡ് വാർസ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രക്ഷൻസ്. ഈ യുദ്ധങ്ങളും അതേപോലെ തന്നെ നശീകരണങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് വെറുത്തിരുന്നു. ഹി ബിലൗഡ് ഇൻ ദ പവർ ഓഫ് ലവ്. എ മേജർ പോർഷൻ ഓഫ് ഹിസ് മെമ്മോയേഴ്സ് ഡീറ്റെയിൽസ് ഹിസ് പൊളിറ്റിക്കൽ കരിയർ. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഓർമ്മക്കുറിപ്പുകളിൽ ഒരുപാടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. In fact, Neruda began to use his poetry as a medium to express his political beliefs. അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ തോട്ട്സ് ഒക്കെ തന്നെ പറയാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് പോയട്രി എന്നുള്ള ഒരു സോഴ്സിനെ ആയിരുന്നു. കാരണം കവിതകൾ എഴുതി അതിലൂടെയാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത് മിക്ക കവികളും അങ്ങനെ തന്നെയാണ്. ആ ഒരു എന്താ പറയുക, തൂലികയാണ് പടവാൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു എഴുത്തിനെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പറയാനുള്ളതെല്ലാം പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്മോയറൊക്കെ എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ മിക്ക പാർട്ടിലും പൊളിറ്റിക്കൽ ഒരു കരിയറാണ്, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാബ്ലോ നെരൂദയെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതാണ്. ഇനി ദി വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലേക്ക് കടക്കുമ്പോൾ, ദി വേർഡ് ഈസ് എ ഗ്രേറ്റ് പ്രൈസ് ടു പോയിട്രി. അതായത് കവിതേനെ തന്നെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു വിവരണം പോലെയാണ് ഈ ഒരു ദി വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത. ദിസ് പോയം പ്രൂവ്സ് ദ മൾട്ടിറ്റ്യൂഡ് പൊട്ടൻഷ്യൽ ഓഫ് വേർഡ്സ് ആൻഡ് ഹിസ് ഇൻറ്റിമേറ്റ് അഫിലിയേഷൻ വിത്ത് വേർഡ്സ്. അതായത് ഈ കവിതയുടെ പേര് പോലെ തന്നെ ഇതിൽ പറയുന്നത് വാക്കുകളുടെ അനേകം കഴിവുകളെ കുറിച്ചാണ്. ഒരു വാക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേർഡ്സിനെ കുറിച്ച് ഈ കവിതയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേർഡ്സിൻ്റെ അനേകം കഴിവുകളെക്കുറിച്ചും അദ്ദേഹത്തിന് ഈ വാക്കുകളോടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ത്രൂ ദിസ് പോയം ഹി പോർട്രേസ് ദ പൊളിറ്റിക്കൽ ലൈഫ്. പൊളിറ്റിക്കൽ ലൈഫാണ് അദ്ദേഹം ഇതിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ദ all passage is rendered in italics and looks like a poem. അതായത് ഈ ഒരു മൊത്തം പാസേജ് പോലെയാണ് ആക്ച്വലി ഇത് എഴുതിയിരിക്കുന്നത്. ഇറ്റാലിക്സ്, ഞാൻ ആ ഇറ്റാലിക് എന്ന് എഴുതിയിരിക്കുന്നില്ല, ആ ഒരു ഫോണ്ട് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇറ്റാലിക്കിലാണ് ഈ എൻറ്റയർ പോയം എഴുതിയിട്ടുള്ളത്. ദെൻ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഇമേജസ് ആൻഡ് സർറിയലിസ്റ്റിക് എക്സ്പ്രഷൻസ്. ഇതിൽ ഒരുപാട് ഇമേജസ് ഉണ്ട്, സർറിയലിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇമ്പോർട്ടൻ്റ് ആണത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഹൈലി സജസ്റ്റീവ് പോയം. അപ്പോൾ ഇതാണ് ദി വേർഡ് എന്ന് പറഞ്ഞൊരു പോയത്തിൻ്റെ
ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് പോയത്തിൻ്റെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഓരോ പേജ് വൈസ് നമുക്ക് നോക്കാം. യു ക്യാൻ സേ എനിത്തിങ് യു വോണ്ട് ബട്ട് ഇറ്റ്സ് ദ വേർഡ് ദാറ്റ് സിംഗ് ദേ സോൾ ആൻഡ് റീസൺ ഐ ബോ ടു ദം ഐ ലവ് ദം ഐ ക്ലിങ് ടു ദം ഐ റൺ ദം ഡൗൺ ഐ ബൈറ്റ് ഇൻ ടു ദം ഐ മെൽ ദം ഡൗൺ ഐ ലവ് വേർഡ്സ് സോ മച്ച് ദ അൺഎക്സ്പെക്റ്റഡ് വൺസ് ദ വൺസ് ഐ വെയിറ്റ് ഫോർ ഗ്രീഡ്ലി ഓർ സ്റ്റാക്ക് until suddenly they drop. Vowels I love, they glitter like colored stones, they leap like silver fish, they are foam, thread, metal, dew. ഇത്രയും പറയാം നമുക്ക്. അതായത് ഈ വേർഡ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ വാക്കുകളാണ് പാടുന്നതും പറക്കുന്നതും ഒക്കെ ഈ വാക്കുകളാണെന്നാണ് പറയുന്നത്. ഈ വാക്കുകളെ നമ്മുടെ പോയിറ്റിന് ഒരുപാട് ഇഷ്ടമാണ്. ചില സമയത്ത് ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് തോന്നും, അതേപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, അവയെ ഒരുപാട് ഗാഢമായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവയെ കടിക്കുന്നുണ്ട്, മെൽറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ആകാംക്ഷയോടെ അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അതേപോലെ തന്നെ വൗവൽസ് ഉണ്ടല്ലോ, AEIOU, ഈ ഒരു വൗവൽസിനെ വളരെയധികം ഇഷ്ടമാണെന്നാണ് പറയുന്നത്. വൗവൽസിനെ എന്തായിട്ടാണ് പറയുന്നത്? ദേ ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ്, ദേ ലീപ് ലൈക്ക് സിൽവർ ഫിഷ്, ദേ ആർ ഫോം, ത്രെഡ്, മെറ്റൽസ്. ഇതൊക്കെ വൗവൽസിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളോ. സിൽവർ ഫിഷിനെ പോലെയാണ്, അത് കിടന്ന് ചാടും. അതേപോലെ തന്നെ പത പോലെയാണ്, നൂല് പോലെയാണ്, ലോഹം പോലെയാണ്, മഞ്ഞു തുള്ളികൾ പോലെയാണ് ഈ വൗവൽസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ I run after certain words. They are so beautiful that I want to fit them all into my poem. I catch them in mid-flight as they buzz past. I trap them, clean them, peel them. I set myself in front of the dish. They have a crystalline texture to me. വൈബ്രൻറ്റ് ഐവറി വെജിറ്റബിൾ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് എന്താണ്, ഈ ചില വാക്കുകളുടെ പുറകെ ഞാൻ ഓടിപ്പോവാറുണ്ട്. വളരെ സുന്ദരമാണ് അവയെല്ലാം തന്നെ. എൻ്റെ കവിതയിൽ അതൊക്കെ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഞാൻ അവയെ പിടിക്കുന്നുണ്ട്, കൂട്ടിലാക്കുന്നുണ്ട്, വെട്ടി വൃത്തിയാക്കുന്നുണ്ട്, തൊലി കളയുന്നുണ്ട്, ഒരു ഡിഷ് തയ്യാറാക്കിക്കൊണ്ട് അതിന് മുൻപിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. ഈ വേർഡ്സിന് മുൻപിൽ ഒരു ഡിഷ് തയ്യാറാക്കി വെച്ച് ഞാൻ വേർഡ്സിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെന്നാണ് കവി പറയുന്നത്. അതേപോലെ തന്നെ അതിന് ജീവനുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്, അതിന് നല്ല മിനുസമുണ്ട്, പച്ചക്കറി പോലെ ഇരിക്കും, ചില സമയത്ത് എണ്ണമയമുണ്ട്, പഴം പോലെ ഇരിക്കും, വെള്ളത്തിൽ വളരുന്ന ചില സസ്യങ്ങളെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചില കല്ലുകൾ, എന്തെങ്കിലും ശക്തിയൊക്കെയുള്ള കല്ലുകളെ പോലെ ഈ വേർഡ്സ് ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വേർഡ്സിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ, എല്ലാം ലൈക്ക് വെച്ചിട്ടാണ് പറയുന്നത്. സോ ദിസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ സിമിലീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ 14ാമത്തെ പേജിൽ പറയുന്ന കാര്യം, and then I stir them, I shake them, I drink them, I gulp them down, I mash them, I garnish them, I let them go, leave them in my poem like stalactites, like silver of polished wood, like coals, pickings from a shipwreck, gifts from the waves. Everything exit in the word, an idea goes through a complete change because one word shifted its place, or because another settled down like a spoiled little തിങ്. അതായത് ചില സമയത്ത് ഒലീവ് പോലെയാണ്, ഞാൻ അവയെ ഇളക്കുന്നുണ്ട്, കുലുക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചിലപ്പോൾ അവയെ പോകാൻ അനുവദിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ അവയെ സ്റ്റാലക്ടൈറ്റ് പോലെ എൻ്റെ കവിതകൾ ഉപയോഗിക്കുന്നു. സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം. ദെൻ ചിലപ്പോൾ അവയെ പോളിഷ് ചെയ്ത് മരക്കഷ്ണങ്ങൾ പോലെ ആക്കുന്നുണ്ട്, കൽക്കരി പോലെ ആക്കുന്നുണ്ട്, കപ്പൽ ദുരന്തത്തിൽ നിന്നും കിട്ടിയ ചില സാധനങ്ങൾ പോലെയോ അല്ലെങ്കിൽ സമ്മാനങ്ങളെ പോലെയൊക്കെയാണ് ഈ വാക്കുകൾ എന്നാണ് പറയുന്നത്. എല്ലാം ഈ വാക്കിലാണ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ഒരു സെൻറ്റൻസിൽ ഒരു വേർഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ, ആശയം തന്നെ മാറിപ്പോവാറുണ്ടെന്ന് കവി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. Shadow, transparent, weighty feathers, hair, and everything they gather from so much rolling down the river, from so much wandering from country to country, from being roots so long. They are very ancient and very new. They live in the bare, hidden
away and in the budding flower. What a great language I have. It's a fine language we inherited the fierce conquistadors. അതായത് ഈ വാക്കുകൾക്ക് ചില സമയത്ത് നിഴലുണ്ട്, സുതാര്യതയുണ്ട്, കട്ടിയുള്ള തൂവലുകളും തലമുടിയും ഒക്കെ ഉണ്ട് എന്നാണ് പറയണേ. അതേപോലെ തന്നെ ഈ വെള്ളത്തിലൂടെ തിരിഞ്ഞും മറിഞ്ഞും നടന്നതുകൊണ്ടും പല രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി നടന്നതുകൊണ്ടും തന്നെ പല കാര്യങ്ങൾ ഈ വാക്കുകൾക്ക് ശേഖരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ പഴയതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വളരെ പുതിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവയൊക്കെ തന്നെ. അതുപോലെ തന്നെ അവയെ ശവപ്പെട്ടി വെക്കുന്ന മാർബിളിൻ്റെ മേശയിൽ വരെ കാണാം എന്നാണ് പറയുന്നത്. ഈ വാക്കുകളെ ചിലപ്പോൾ അവ ഒളിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ വിടരുന്ന പൂക്കളിൽ വരെ നമുക്ക് വാക്കുകളെ കാണാൻ പറ്റും. എത്ര നല്ല ഭാഷയാണ് എനിക്കുള്ളതെന്ന് കവി സ്വയം പറയാണ് ചെയ്യുന്നത് ലാസ്റ്റ്. അതേപോലെ തന്നെ നമ്മളെ ആക്രമിച്ച് കീഴടക്കിയ സ്പാനിഷ് കോൺക്വിസ്റ്റഡോറുകൾ നമുക്ക് തന്നിട്ട് പോയ ഭാഷയാണിത് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലിയുടെ ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷാണ്. അപ്പോൾ ഇവരെ ആക്രമിച്ച് കീഴടക്കിയ സ്പാനിഷുകാർ തന്നിട്ട് പോയ ഭാഷയാണ് ഇത് എന്നാണ് പറയുന്നത്. ഓക്കെ. റബ്ഡ് അമേരിക്കാസ് ഹണ്ടിങ് ഫോർ പൊട്ടാറ്റോ, സോസേജസ്, ബീൻസ്, ബ്ലാക്ക് ടൊബാക്കോ, ഗോൾഡ്, corn, fried eggs with a voracious appetite not found in the world since then. They swallowed up everything, religions, pyramids, tribes, idolatries, just like the ones they brought along in their huge sacks. അതായത് നമ്മൾ ആക്രമിക്കാനായിട്ട് വന്നവർ, ചിലിക്കാരെ ആക്രമിക്കാനായിട്ട് കീഴടക്കാനായിട്ട് വന്നവർ വലിയ വലിയ മലകളും 2 അമേരിക്കകളും ഒക്കെ കടന്നാണ് വന്നിരിക്കുന്നത്. അവ വന്നത് ഉരുളക്കിഴങ്ങും സോസേജും ബീൻസും കറുത്ത പുകയിലും സ്വർണവും ചോളവും ഒക്കെ അന്വേഷിച്ചാണ് അവർ വന്നത്. അവരെല്ലാം വിഴുങ്ങി മതങ്ങൾ, പിരമിഡുകൾ, ട്രൈബുകൾ, വിഗ്രഹാരാധനകൾ മുതലായവ എല്ലാം തന്നെ വിഴുങ്ങി അവർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവ അവരുടെ വലിയ ചാക്കുകളിൽ പലതും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുപോയി, ഒരുപാട് സാധനങ്ങൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷേ ശേഷിച്ചത് എന്ത് മാത്രമായിരുന്നു? ദാറ്റ് വർ ലെഫ്റ്റ് ഗ്ലിറ്ററിങ് ഹിയർ. വേർഡ്സ് ആയിരുന്നു. വേർഡ്സ് ദാറ്റ് വർ ലെഫ്റ്റ് ഗ്ലിറ്ററിങ് ഹിയർ. അവർ ലാംഗ്വേജ്. വി കെയിം അപ്പ് ലോസേഴ്സ്, വി കെയിം അപ്പ് വിന്നേഴ്സ്. ദേ ക്യാരിഡ് ഓഫ് ദ ഗോൾഡ് ആൻഡ് ലെറ്റ് us the gold. They carried everything off and left us everything. They left us the word. ഈ ലാസ്റ്റ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് ഇതാണ്, അവരെല്ലാം കൊണ്ടുപോയിട്ടും അവർ എല്ലാം തന്നു, അവർ നമുക്ക് വാക്കുകളും തന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി, ഒരുപാട് സാധനങ്ങൾ നമുക്ക് തന്നു അവർ. അതേപോലെ തന്നെ വാക്കുകളും തന്നു എന്നാണ്. ഗ്ലിറ്ററിങ് ആയിട്ടുള്ള വേർഡ്സും അവർ നമുക്ക് തന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കവിതയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഇതിൽ മൊത്തം വേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരുക്കുകയൊക്കെയാണ് കവി ചെയ്യുന്നത്. അതേപോലെ തന്നെ അവസാനം പറയുന്ന കാര്യങ്ങൾ, അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ഇവിടെ വന്ന സ്പാനിഷുകാർ ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി, ഒരുപാട് സാധനങ്ങൾ തിരിച്ചു തന്നു. അപ്പോഴും അവശേഷിച്ചിരുന്നത് വേർഡ്സ് മാത്രമാണ്. വേർഡ്സാണ് അവർ നമുക്ക് തിരികെ തന്നത് എന്നുള്ള കാര്യങ്ങളാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്. സോ എൻറ്റയർ പോയത്തിൽ പറയുന്നത് വേർഡ്സിനെ കുറിച്ചാണ്. നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്ലിയർ ആവും. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. വാട്ട് ഗ്ലിറ്റർ ലൈക്ക് കളേർഡ് സ്റ്റോൺസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലിറ്റർ കളേർഡ് സ്റ്റോൺസ് എന്തിനാണ് പറയുന്നത്? വവൽസിനെയാണ് പറയുന്നത് കേട്ടോ. ഹൗ ഡസ് എൻ ഐഡിയ അണ്ടർഗോ എ കംപ്ലീറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു നെരൂദ. ഒരു സെൻറ്റൻസിൽ നിന്ന് ഒരു വേർഡ് തന്നെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലാണ് അതിൻ്റെ മീനിങ് മൊത്തം മാറാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് പറയുന്നത്. ബൈ ഷിഫ്റ്റിംഗ് ദ പ്ലേസ് ഓഫ് എ വേർഡ് ഓർ പ്ലേസിങ് എ വേർഡ് ഇൻ ദ മിഡിൽ ഓഫ് എ ഫ്രേസ്. ഏതെങ്കിലും ഫ്രേസിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഒരു വേർഡ് വെച്ചാലും അതിൻ്റെ മീനിങ് തന്നെ ആകെ മാറിപ്പോകുന്നതാണ് പറയുന്നത്. വാട്ട് ആർ വവൽസ് കമ്പയർഡ് ടു. വവൽസിന് എന്തൊക്കെയായിട്ടാണ് ഇതിൽ പറയുന്നത്? ഇറ്റ് കമ്പയർഡ് ടു കളേർഡ് സ്റ്റോൺസ്, സിൽവർ, ഫിഷ്, ഫോം, ത്രെഡ്, മെറ്റൽ ആൻഡ് ഡ്യൂ. ഇതൊക്കെ ആയിട്ടാണ് വവൽസിനെ പറയുന്നത്. ദെൻ ലിസ്റ്റ് എ ഫ്യൂ സിമിലീസ്. ഇതിൽ ഞാൻ പറഞ്ഞു ലൈക്ക് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ സിമിലീസ് ആണ് കേട്ടോ. അതായത് ലൈക്ക് കോൾസ്, ലൈക്ക് സ്റ്റാലക്ടൈറ്റ്സ്, ലൈക്ക് സിൽവർ ഓഫ് പോളിഷ്ഡ് വുഡ്, ലൈക്ക് എ പിക്കിങ്സ് ഫ്രം ഷിപ്പ് റെക്ക്. ഇതൊക്കെ നമുക്ക് സിമിലീസ് ആയിട്ട് പറയാം, ലൈക്ക് വെച്ചിട്ടുള്ളതൊക്കെ. ദെൻ വാട്ട് വാസ് ലെഫ്റ്റ് ബിഹൈൻഡ് ദ കോൺക്വിസ്റ്റഡോസ്. അതായത് അവർ ബാക്കി വെച്ചു പോയ കാര്യം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതെന്തായിരുന്നു? വേർഡ്സ് വേർ ലെഫ്റ്റ് ബൈ ദ
കോൺക്വിസ്റ്റഡോഴ്സ്. അങ്ങനെ വേണം, സെൻറ്റൻസിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഐ ലീവ് ദം ഇൻ പോയം ലൈക്ക് സ്റ്റാലക്ടൈറ്റ്സ്. എക്സ്പ്ലെയിൻ. അതായത് ഈ ഒരു സ്റ്റാലക്ടൈറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാലക്ടൈറ്റ്സ് ആർ ടാപ്പറിംഗ് സ്ട്രക്ചേഴ്സ് ഹാങ്ങിങ് ലൈക്ക് icicle from the roof of a cave formed of calcium salt deposited by dripping water. അതായത് ഈ മേൽക്കൂരയുടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഐസ് കഷ്ണങ്ങൾ പോലെയാണ് ഈ ഒരു സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ചുണ്ണാമ്പിൻ്റെ ഇതെന്നാണ് പറയുക, ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെയാണ് അതിനെ പറയുക. പക്ഷെ നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കാം, ഇതേപോലെയാണ്. ഇത് പല ഷേപ്പിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെങ്ത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു മേൽക്കൂരയിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ഐസ് കഷ്ണങ്ങൾ പോലെയാണ് ഇത് എന്താണ് സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്. മുകളിൽ നിന്നും തുള്ളി തുള്ളിയായി വീഴുന്ന കാൽസ്യം സോൾട്ടുകൾ ഗനിച്ചാണ് ഇത് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു ചുണ്ണാമ്പുകൾ പോലെ. അപ്പോൾ ഗനിച്ചാണ് ഇത് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നെരുദ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അദ്ദേഹം ഈ വാക്കുകളെ സ്റ്റാലക്ടൈറ്റുകൾ പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാൾക്ക് സ്റ്റാലക്ടൈറ്റ് എന്തിൻ്റെങ്കിലും രൂപമായിട്ട് കാണും. ആക്ച്വലി ഇതിപ്പോൾ കാണുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പിക്ചറായിട്ട് എന്തിൻ്റെങ്കിലൊക്കെ പിക്ചറായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് ഇപ്പോൾ ആകാശത്ത് നമ്മൾ മേഘങ്ങൾ നിൽക്കുമ്പോൾ പലർക്കും അത് പല രൂപങ്ങളായിട്ട് കാണില്ലേ, അതേപോലെ ഇതിനെ പലർക്കും പല രൂപങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അപ്പോൾ നെരൂദയുടെ കവിതകളിൽ വാക്കുകളും ഇതേപോലെയാണ്, പലർക്കും പല അർത്ഥത്തിൽ കാണാൻ പറ്റുന്നു. ഇപ്പോൾ ഞാനത് വായിച്ച് മനസ്സിലാവുന്ന അർത്ഥമായിരിക്കില്ല വേറൊരാൾക്ക് വായിക്കാൻ പറ്റുക. അപ്പം നെരൂദ സ്വയം പറയാണ് തൻ്റെ കവിതകളിൽ പലർക്കും പല മീനിങ്സ് ആണ് കാണാൻ പറ്റുക, ഞാൻ അങ്ങനെയാണ് അത് എഴുതുന്നത് എന്നൊക്കെ നമ്മുടെ നെരൂദ പറയാണ്. അത് കമ്പയർ ചെയ്തിരിക്കുന്നത് സ്റ്റാലക്ടൈറ്റുമായിട്ടാണ്. സ്റ്റാലക്ടൈറ്റിൻ്റെ ഈ ഒരു പിക്ചർ കാണുമ്പോൾ പലർക്കും പല രൂപങ്ങൾ വന്നിരിക്കാം മനസ്സിൽ. ഓക്കെ, അത് ഡിഫറെൻ്റ് ആയിരിക്കാം. അതേപോലെയാണ് നെരൂദയുടെ കവിതയിലെ പോയംസും എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തും കൂടി ഓർക്കണം, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വേർഡ്സ് ഇൻ ദ പോയംസ് ഓഫ് നെരൂദ, അതും കൂടി കണക്ട് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇമേജസുകളെ കുറിച്ചാണ്. ദിസ് പോയം ഈസ് ഫുൾ ഓഫ് ഡൊമസ്റ്റിക് ഇമേജസ്. പോയറ്റ് സേസ് ഹി വോണ്ട് ടു ക്യാച്ച് ദ വേർഡ്സ്, ക്ലീൻ ദം ആൻഡ് പീൽ ദം ആസ് he is going to cook fine dish, then he stirs them, shake them and also drinks them, he gulp them and down he mashes them. അപ്പോൾ ഇതൊക്കെ ഡൊമസ്റ്റിക് ഇമേജസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ആൾ ഈ വേർഡ്സ് കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി. അതൊക്കെ നമുക്ക് ഇമേജസ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ഡൊമസ്റ്റിക് ഇമേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ദ ക്യാരീഡ് ഓഫ് ദ ഗോൾഡ് ആൻഡ് ലെറ്റസ് ദ ഗോൾഡ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ പോയിറ്റ് എന്ന് പറയുന്നത് ഒരു ചിലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പാനിഷ് ആയിരുന്നു. അപ്പോൾ അവരെ എന്താ പറയുക, കീഴടക്കാനായിട്ട് വന്നിരുന്നവർ ഈ ഒരു സ്പാനിഷുകാരായിരുന്നു. അവരുടെ റീജിയൻ മൊത്തം അവർ നാശം വിതച്ച് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈനിൽ ഗോൾഡിന് രണ്ട് ഡിഫറെൻറ്റ് മീനിങ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തത് ദി ക്യാരീഡ് ഓഫ് ദ ഗോൾഡ് എന്ന് പറയുന്നത്, ഇറ്റ് മീൻസ് ദ കോൺസിക്വറേഴ്സ് took away all the wealth of Chile. നമ്മൾ പറഞ്ഞില്ലേ ഇവിടുന്ന് ചിലിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി എന്ന് പറയണില്ലേ. സോ അതാണ് അതിലാദ്യം പറയുന്നത്. നെക്സ്റ്റ്, they let us the gold means they left us their knowledge. ഇവിടെ ഇട്ടിട്ട് പോയത് എന്ത് മാത്രമാണ്, അവരുടെ ലാംഗ്വേജ് മാത്രമാണ് ഇവിടെ ഇട്ടിട്ട് പോയത് എന്നാണ് പറയുന്നത്. ടു നെരൂദ വേർഡ്സ് ആർ ഫാർ ബെറ്റർ ദാൻ വെൽത്ത്. വെൽത്തിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നെരൂദയ്ക്ക് വേർഡ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയറ്റിക് ക്വാളിറ്റി ഓഫ് ദി പാസേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് എന്താ പറയുക ക്വാളിറ്റീസ് ഇതിലുണ്ട്. കാരണം ഇമേജസ് ഉണ്ട്, നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് ഇമേജസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇതിനൊരു റിഥം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് ഫൈൻ സിമിലീസ്, ഒരുപാട് സിമിലീസ് നമ്മൾ പറഞ്ഞു. മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, പാരലലിസം വരുന്നത് ഇവിടെയാണ്. ദ ക്യാരീഡ് ഓഫ് ദ ഗോൾഡ് ആൻഡ് ലെറ്റ് us ദ ഗോൾഡ്, ഇവിടെയാണ് പാരലലിസം വരുന്നത്. ദ ക്യാരീഡ് എവറിത്തിങ് ഓഫ് ആൻഡ് ലെഫ്റ്റ് us എവറിത്തിങ്. ഇൻ ദിസ് ലൈൻ വി ക്യാൻ സീ ഓൾസോ എ പാരഡോക്സ്, ഒരു വിരോധാഭാസം കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദർ ഈസ് റിപ്പിറ്റേഷൻ ഇൻ ദിസ് പോയം, അവിടെ ഐ ഉണ്ട് കേട്ടോ. ഇൻ ദിസ് പോയം ഹിസ് ലവ് ഫോർ വേർഡ്സ് ഈസ് റിപ്പീറ്റഡ്. വി ക്യാൻ ഓൾസോ സീ ഹൈപ്പർബോലി എന്ന് പറഞ്ഞാൽ അതിശയോക്തി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്.
പേഴ്സോണിഫിക്കേഷൻ വരുന്നത് എ വേർഡ് ഈസ് ലൈക്ക് എ സ്പോയിൽഡ് ലിറ്റിൽ തിങ്, എ മിസ്ചീവിയസ് ചൈൽഡ് ദാറ്റ് സിറ്റ്സ് വേർ ഇറ്റ് വാണ്ട്സ്. അവിടെയാണ് പേഴ്സോണിഫിക്കേഷൻ വരുന്നത്. സിമിലീസ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് സർറിയലിസ്റ്റിക് എലമെൻറ്റ്സ് ആണ്. ഇറ്റ് ഈസ് എ കൾച്ചറൽ മൂവ്മെൻറ്റ് ദാറ്റ് ബിഗൻ ഇൻ ദ ഏർലി 1920s. ഇറ്റ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് വിഷ്വൽ ആർട്ട് വർക്ക്സ് ആൻഡ് റൈറ്റിംഗ്സ്. ആർട്ടിസ്റ്റ് പെയിൻറ്റഡ് ഇല്ലോജിക്കൽ സീൻസ് ആൻഡ് ഡെവലപ്ഡ് ടെക്നിക്സ് ദാറ്റ് allowed the unconscious to express itself. Its aim was to resolve the previously contradictory conditions, dream and reality, into an absolute reality. In this passage of Pablo, we can see some surrealistic elements. He want to eat words like olives. To him, words can sing, soar, he stir them, etc. അതായത് സർറിയലിസ്റ്റിക് എന്ന് പറഞ്ഞാലേ എന്താ പറഞ്ഞാൽ അയാഥാർത്ഥ്യമായിട്ടുള്ള, യാഥാർത്ഥ്യം അല്ലാത്ത ഒന്നിനെയാണ് സർറിയലിസ്റ്റിക് എന്ന് പറയുക നമ്മൾ. അതായത് യുക്തിപരമായിട്ട് ഒരിക്കലും നമുക്കത് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെയാണ് ഈ ഒരു സർറിയലിസ്റ്റിക് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ യുക്തിരഹിതമായിട്ടുള്ളൊരു ബോധത്തെ ചിത്രീകരിക്കുന്ന ഒരു കലാപ്രസ്ഥാനമാണ് ആക്ച്വലി ഈ ഒരു സർറിയലിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതൊക്കെ സർറിയലിസത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമുക്ക് എന്താണ് യുക്തിപരമായിട്ട് ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പിക്ചേഴ്സാണിത് അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു പോയത്തിൽ ആക്ച്വലി നമ്മുടെ പാബ്ലോ നെരൂദ അത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ വേർഡ്സിന് അദ്ദേഹം കഴിക്കുന്നുണ്ട്, എന്താ പറയുക, കുടിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്, കടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരിക്കലും വേർഡ്സിനെ എങ്ങനെ കടിക്കുക, കെട്ടിപ്പിടിക്കുക എന്നൊക്കെ നമുക്ക് തോന്നില്ലേ. അപ്പോൾ ഒരിക്കലും യുക്തിപരമായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഇതൊക്കെ അല്ലേ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് പറയുന്നത് സർറിയലിസം എന്നൊക്കെ പറഞ്ഞാൽ യുക്തിപരമായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, യുക്തിരഹിതമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ അങ്ങനെ പറയാം. ഇപ്പോൾ ഈ പിക്ചേഴ്സ് പോലെ തന്നെ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു കവിതയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ സർറിയലിസ്റ്റിക് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ തന്നെ നമുക്ക് അൺഡൈജസ്റ്റബിൾ ആയിരിക്കും. കാരണം നമുക്കിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദഹിക്കില്ല. ഇതെങ്ങനെയത് ഒരു വേർഡ്സിനെ എങ്ങനെ കെട്ടിപ്പിടിക്കാമെന്നൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ കൂടി നമുക്ക് നോക്കാം. കൺക്ലൂഷൻ എന്ന് പറയുന്നത് വി ഷുഡ് ലവ് വേർഡ്സ് ബിക്കോസ് വിതൗട്ട് വേർഡ്സ് ദർ ഇസ് നോ ലൈഫ്. നമ്മളെല്ലാവരും വേർഡ്സിനെ സ്നേഹിക്കുന്നുണ്ട്. വേർഡ്സ് ഇല്ലെങ്കിൽ ലൈഫ് ഇല്ല എന്നാണ് പറയുന്നത്. ദ പാസേജ് ഇസ് ഫുൾ ഓഫ് സർറിയലിസം ആൻഡ് കണ്ടെയ്ൻ മെനി ലെവൽ ഓഫ് മീനിങ്സ് ആൻഡ് തീംസ്. പല ലെവലിലുള്ള മീനിങ്സും തീംസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻഡീഡ് എ പ്രോസ് പാസേജ് വിത്ത് എക്സലൻറ്റ് പോയറ്റിക് ക്വാളിറ്റീസ്. ഇതൊരു ഇറ്റാലിക് സ്ട്രക്ചറിലാണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒരുപാട് മീനിങ്സ് ഉണ്ട്, ഒരുപാട് തീംസ് ഉണ്ട്, സർറിയലിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്, എലമെൻറ്റ്സ് ഉണ്ട്, പോയറ്റിക് ക്വാളിറ്റീസ് ഉണ്ട്. ഓൺലി എ ഗ്രേറ്റ് പേഴ്സൺ ലൈക്ക് നെരൂദ ക്യാൻ റൈറ്റ് സച്ച് എ പ്രോസ്. നെരൂദയെ പോലുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്രോസൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇതാണ് കൺക്ലൂഷൻ. നമ്മൾ കൺക്ലൂഷനിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിക്കോളോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സർറിയലിസ്റ്റിക് എലമെൻറ്റ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിലെ ഡൊമസ്റ്റിക് ഇമേജ്, കോൺക്വിസ്റ്റഡേഴ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വേർഡ്സിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇതിൽ അവയെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു, ആ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ വൗവൽസിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡിനെ കുറിച്ച് പറഞ്ഞ സെക്ഷൻ, അതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പിന്നെ ഇതിൽ പോയറ്റിക് ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. പാബ്ലോ നെരൂദയെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നോട്ട് ചെയ്യുക. ഇതിൽ നിന്ന് എന്ത് വരുമ്പോഴും അദ്ദേഹത്തെക്കുറിച്ചൊരു 2-3 ലൈൻസ് എഴുതിക്കോളൂ. അപ്പോൾ ഈ എടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ച നോട്ട്സിലുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് പേഴ്സണലി ആയാലും മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.